ഇവിടെ ശ്രീ ജെയ്സി തോമസ്, ഇപ്പോൾ ഇവിടെ വസന്ത് സിറിയക് പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും ഇടതുപക്ഷ വിരോധത്തിനോട് ഇടതുപക്ഷ എതിർപ്പിനാൽ തന്നെ രൂപപ്പെട്ട ജനവിധിയാണ് എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഇതുപോലെ ഇടതുപക്ഷം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ എവിടെയായാലും പാർലമെൻറ്റിൽ ഇടതുപക്ഷം ഉണ്ടാകണം എന്നൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനെ ജനം തിരസ്കരിച്ചു എന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരായ ജനവിധിയായി കാണുന്നത്. അതുപോലെ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉദാഹരിക്കാൻ കണ്ണൂരിലെ മണ്ഡലങ്ങളിലേക്ക് പോയി, മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലേക്ക് പോയി. ഈ രൂപത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുമ്പോഴും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു മനോഭാവം, അടിസ്ഥാനപരമായ മനോഭാവം ഈ വിധി രണ്ട് പാറ്റേൺ ആണ് എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ധരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായ CPIM നയിക്കുന്ന LDFിനെതിരായ വിധിയെഴുത്താണ്, ആ വിരോധം, ആ എതിർപ്പ് ഇതിൽ പ്രകടമാണ് എന്നുള്ള മനോഭാവം തന്നെയാണ് കോൺഗ്രസിൻ്റെ. വസന്തിൻ്റെ വാചകത്തിൽ താങ്കളത് ശ്രദ്ധിച്ചല്ലോ. മറുപടി. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിധി മുൻകാല ചരിത്രത്തോട് എല്ലായ്പ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമല്ല. അതെന്തുകൊണ്ടെന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണുകളെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെടുമ്പോഴും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗൗരവപൂർണമായി മതനിരപേക്ഷവാദികൾ, അത് ഇടതുപക്ഷമായാലും ഇടതുപക്ഷത്തോട് തീർത്താൽ തീരാത്ത വിയോജിപ്പുള്ള മറ്റേതു രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ടവരായാലും നമ്മൾ മതനിരപേക്ഷവാദികൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ വിധിയെ ചർച്ച ചെയ്യുന്നത് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒരു വേലിയേറ്റമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ്. ഇതിനെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാം എന്നത് ഇടതുപക്ഷം മാത്രമല്ല, മതനിരപേക്ഷവാദികൾ എന്ന് പൊതുവിൽ കേരളത്തിൽ അവകാശപ്പെടുന്ന കോൺഗ്രസും ഒക്കെ ചേർന്ന് നമ്മൾ വർഗീയതയെ എങ്ങനെ പൂർണ്ണമായും കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാം, എങ്ങനെ വർഗീയതയുടെ അവസാനത്തെ കണ്ണിയും കേരളത്തിൽ നിന്ന് വേരറ്റ് നിർത്തും വിധം അവസാനിപ്പിക്കാൻ കഴിയും, ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ രത്നച്ചുരുക്കം. ഒരൊറ്റ വാചകത്തിൽ നമുക്ക് അതിനെ വിശദീകരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ അങ്ങ് നോക്കൂ, നമ്മുടെ ഈ ചർച്ച ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരടക്കം ചിന്തിക്കേണ്ടത് എത്രയോ ദുർബലമായ ഒരു വാദഗതിയാണ് നമ്മളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി ഉയർത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങളെ ഒന്നും ഉപദേശിക്കേണ്ട. ഇന്ന് മുഖ്യമന്ത്രി തന്നെ വിജയം മത്ത് പിടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും മത്ത് പിടിച്ച വിജയത്തെ തുടർന്ന് അപ്പുറത്തിരിക്കുന്ന ഭരണമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജനപ്രാതിനിധ്യ സഭയിലെ അംഗങ്ങളെ സംബന്ധിച്ച് നടത്തിയ പ്രയോഗം, പിൻവലിക്കപ്പെട്ട പട്ടിപ്രയോഗത്തൊക്കെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ചർച്ചയിൽ വന്നിരിക്കുന്ന ചില ആളുകളുടെ കോലാഹലം കേൾക്കുമ്പോൾ വിജയത്തിന്റെ ലഹരി ആരെയെങ്കിലും മത്ത് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും സംശയവും ന്യായമായും പ്രബലമായും അതുള്ളതാണ് എന്ന് അംഗീകരിക്കേണ്ടതായി വരും. അദ്ദേഹം പറയുകയാണ്, CPIയുടെ സംസ്ഥാന കൗൺസിലോ ജില്ലാ കൗൺസിലോ ഒക്കെ ചർച്ച ചെയ്തിരിക്കുന്നത് പോലും കോൺഗ്രസ് നേതാവിന് എന്തു മുതലാണ് CPIയുടെ ആഫീസിൽ ജോലി കിട്ടിയത്? അങ്ങേക്ക് CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ജോലിയുണ്ടോ? അങ്ങേക്ക് CPIയുടെ ജില്ലാ കൗൺസിലിൽ ജോലിയുണ്ടോ? കോൺഗ്രസിന്റെ ആഫീസിൽ നിന്നും താഴേക്ക് വീഴുന്ന അപ്പക്കഷ്ണം രുചിച്ച് എടുക്കുന്ന മാധ്യമങ്ങൾ ഇതേപോലെ കള്ളവാർത്ത ചെയ്യുന്നുണ്ടാകും. CPIയുടെ ഏതെങ്കിലും ഒരു നേതാവ് സംസ്ഥാന വക്താവായി, അതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. കോൺഗ്രസിനെ പോലെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ 1000 നേതാക്കന്മാരില്ല. CPIയുടെ നിലപാട് പറയേണ്ടത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നിട്ട് മറ്റേവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയല്ലേ? ഇതൊക്കെയാണ് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നത്. കോൺഗ്രസ് നേതാവെ, നമുക്ക് രണ്ടുപേർക്കും ഗൗരവപൂർണ്ണമായി ചർച്ച ചെയ്യാൻ മാത്രം പ്രാധാന്യമുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അങ്ങനെ അങ്ങയുടെ അതേ നിലവാരത്തിൽ ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചാലോ? BJP ജയിച്ച നമ്മളൊക്കെ ആശങ്കയോടുകൂടെ കാണുന്ന ഒരു മണ്ഡലമില്ലേ, തൃശ്ശൂർ മണ്ഡലം. ആ തൃശ്ശൂർ മണ്ഡലത്തിലെ DCC ആഫീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? DCC പ്രസിഡന്റും UDFന്റെ ചെയർമാനും അടിച്ച് പല്ലടിച്ച് കൊഴിക്കുകയല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊണ്ട്. അങ്ങേ അത് കാണുന്നില്ലേ? എനിക്ക് വേണമെങ്കിൽ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറയാലോ, BJPയെ ജയിപ്പിച്ചു വിട്ടതിന്റെ ഭാഗമായി തൃശ്ശൂര് നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ സാമൂഹ്യ മാധ്യമത്തിലല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ നൽകിയ കള്ളവാർത്തയുടെ പേരിലല്ല, സദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകും വിധം അടിച്ച് പല്ലടിച്ച് കൊഴിക്കുകയല്ലേ. നീയല്ലേ BJPക്ക് വോട്ട് കൊടുത്തത്? നീയല്ലേ BJPക്ക് വോട്ട് കൊടുത്തത്? ഇങ്ങനെ ചോദിച്ച് പരസ്പരം തല്ലുകൂടുകയല്ലേ? എനിക്ക് വേണമെങ്കിൽ അത് പറഞ്ഞ് ആഹ്ലാദിക്കാമല്ലോ, അല്ലെങ്കിൽ അത് പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഇരുത്താമല്ലോ. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നമ്മളൊക്കെ ഗൗരവപൂർണ്ണമായി ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വിധി ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന് മാത്രം ഏറ്റ തെരഞ്ഞെടുപ്പ് വിധിയായി കാണാൻ ശ്രമിച്ചാൽ അത് ആ ജനവിധിയോട് കാണിക്കുന്ന മാപ്പറിയിക്കാത്ത ക്രൂരതയാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമായിട്ടുള്ള CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രണ്ടുപേരും പറഞ്ഞത് എന്താണ്? ഈ ജനവിധിയെ ഞങ്ങൾ വിനയാനുത്തരായി സ്വീകരിക്കുന്നു. ഏതു കാലയളവിലും ഏത് ജനവിധിയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ 99 സീറ്റിൽ ഇത്ര വലിയ പരാജയത്തിന് ശേഷം വിജയിക്കുമ്പോൾ ഇവിടെ നിയമസഭയിൽ വന്നിരുന്നിട്ട് വിജയത്തിന്റെ ആഹ്ലാദം മൂത്ത് മത്ത് പിടിച്ച് കോൺഗ്രസ്സുകാരെ നോക്കി നായ്ക്കുട്ടികളോട് ഭൂമിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അതൊന്നും ആയിരുന്നില്ല.
പരാജയപ്പെട്ടപ്പോഴും വിജയപ്പെട്ടപ്പോഴും പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ മികച്ച നിലയിൽ മുമ്പോട്ട് പോകാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോഴൊരു പരാജയം സംഭവിച്ചിരിക്കുന്നു. ആ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ തെറ്റുതിരുത്തേണ്ടതുണ്ടോ? തെറ്റുതിരുത്തും. അത് ഏതൊക്കെ മേഖലകളിൽ? ജനങ്ങളോട് ഇടപെടുന്നതിൽ, ഭരണപരമായ മേഖലകളിൽ എവിടെയെങ്കിലും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുതിരുത്തി കൂടുതൽ വിനയാനുത്തരായി ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയെ ഞങ്ങളുടെ പരിമിതികളോട് കൂടെ ആ തെറ്റിദ്ധാരണയെ മായ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഞങ്ങൾ മുഴുകും. വർഗീയതയുടെ വേരോട്ടത്തെ തടഞ്ഞു നിർത്താനും വർഗീയതയുടെ വളർച്ചയെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാനുമുള്ള ശ്രമങ്ങളെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഗൗരവപൂർണ്ണമായി നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആകെ ഉത്തരവാദി ഒരു ഒറ്റ മനുഷ്യനാണ്. അയാളെ ഇപ്പൊ തന്നെ പുറത്താക്കണം, അയാളുടെ ധാർഷ്ട്യമാണ്, അയാളെ ഇപ്പൊ തന്നെ റദ്ദു ചെയ്യണമെന്നൊക്കെ വെച്ചാൽ അത് നടപടികളുടെ കാര്യമാണോ? അങ്ങനെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചാലോ നമുക്ക് സമീപത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട വരത്തില്ലേ? കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം നേടിയ കർണാടകയിലേക്ക് പോകേണ്ട വരത്തില്ലേ? തെലങ്കാനയിലേക്ക് പോകേണ്ട വരത്തില്ലേ? ആന്ധ്രയിലേക്ക് പോകേണ്ട വരത്തില്ലേ? ഹിമാചൽ പ്രദേശിലേക്ക് പോകേണ്ട വരത്തില്ലേ? സമ്പൂജിതരായി മാറിയ സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവിടെ DK ശിവകുമാറിന്റെ സഹോദരൻ മത്സരിച്ച് പരാജയപ്പെട്ടു. DK ശിവകുമാറാണ് ഇന്ത്യ കണ്ട ഏറ്റവും ധാർഷ്ട്യമുള്ള മനുഷ്യൻ എന്ന് ഞാനങ്ങ് പ്രസ്താവിച്ചാലോ എന്ത് ചെയ്യും? അപ്പൊ അതൊന്നും ഒരു മര്യാദയോടുകൂടെയുള്ള ചർച്ചയുടെ ഭാഗമല്ല. അങ്ങ് ഗൗരവപൂർണ്ണമായി ഈ തെരഞ്ഞെടുപ്പിന്റെ വിശദാംശത്തെ ഉൾക്കൊണ്ട് ആത്മവിമർശന സ്വഭാവത്തോടു കൂടെയുള്ള ചർച്ച നയിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.